CPI 25ാം പാർട്ടി കോൺഗ്രസിന് ചണ്ഡീഗഡിൽ തുടക്കമായി. മൊഹാലിയിൽ നടന്ന പൊതുസമ്മേളനത്തോടുകൂടിയാണ് പാർട്ടി കോൺഗ്രസിന് തുടക്കമായത്. കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള സർക്കാരാണ് രാജ്യം ഭരിക്കുന്നതെന്ന് CPI ജനറൽ സെക്രട്ടറി D. രാജ പറഞ്ഞു. BJPയെ അധികാരത്തിൽ നിന്നിറക്കാൻ ഇടത് പാർട്ടികൾ ഒന്നിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നാളെയാണ് സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ആരംഭിക്കുന്നത്. ജനറൽ സെക്രട്ടറിയായി D. രാജ തുടരുമോ, പുതിയ നേതൃത്വം ഉണ്ടാകുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. 25ാം തീയതി വരെ നടക്കുന്ന CPI 25 പാർട്ടി കോൺഗ്രസിനാണ് ചണ്ഡീഗഡിൽ തുടക്കമായത്. ആദ്യം പൊതുസമ്മേളനവും പിന്നീട് പ്രതിനിധി സമ്മേളനവും എന്ന തരത്തിലാണ് സമ്മേളനം ക്രമീകരിച്ചിരിക്കുന്നത്. മൊഹാലിയിൽ നടന്ന പൊതുസമ്മേളനത്തിൽ ആയിരങ്ങൾ അണിനിരന്നു. സെൻട്രൽ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്ക് പുറമെ നിരവധി നേതാക്കൾ പൊതുസമ്മേളനത്തിന്റെ ഭാഗമായി. BJPയെയും RSSനെയും കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു ജനറൽ സെക്രട്ടറി D. രാജ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ RSSന് ഒരു പങ്കുമില്ലെന്ന് പറഞ്ഞ രാജ മതേതരത്വം ഇല്ലാതാക്കാനുള്ള പരിപാടികളാണ് നടക്കുന്നതെന്ന് കുറ്റപ്പെടുത്തി. രാജ്യത്തെ കൊള്ളയടിക്കാൻ അദാനിക്കും അംബാനിക്കും കേന്ദ്ര സർക്കാർ സഹായം ചെയ്തു കൊടുക്കുന്നുവെന്നും രാജ്യത്തെ രക്ഷിക്കാൻ ഇടത് പാർട്ടികൾ ഒന്നിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. RSS was formed in the same year 1925. What was the role of RSS? Did RSS fight against British rule? Did RSS fight against French rule? Did RSS fight against Portuguese rule? Where was RSS? നാളെ രാവിലെ സുധാകർ ടി നഗറിലാണ് പ്രതിനിധി സമ്മേളനം ആരംഭിക്കുന്നത്. സമ്മേളനത്തിന് മുന്നോടിയായി ദേശീയ പതാകയും പാർട്ടി പതാകയും ഉയർത്തും. ദേശീയ പതാക ഭഗത് സിംഗിന്റെ സഹോദരി പുത്രൻ ജഗമോഹൻ സിംഗ് ആണ് ഉയർത്തുന്നത്. പ്രായപരിധി നിബന്ധന നടപ്പിലാക്കിയാൽ നിലവിലെ അഖിലേന്ത്യാ സെക്രട്ടറി D. രാജ പദവി ഒഴിയും. ദേശീയ നേതൃസ്ഥാനത്തിലേക്ക് ഇല്ലെന്ന് ബിനോയ് വിശ്വം അറിയിച്ചതായാണ് വിവരം. AITUC അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അമർജിത് കൗറിന്റെ പേരിനാണ് പ്രധാന പരിഗണന. അതേസമയം D. രാജയ്ക്ക് ഇളവ് കൊടുക്കണോ എന്നുള്ളതും നേതൃത്വം ആലോചിക്കുന്നുണ്ട്. നാളെ ഉച്ചയ്ക്ക് ശേഷം രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കും. രാഷ്ട്രീയ പ്രമേയവും നാളെയാണ്. തുടർന്ന് 1.5 ദിവസത്തോളം രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ടിലുള്ള ചർച്ച നടക്കും. ശേഷം ചേരുന്ന നേതൃയോഗമായിരിക്കും പുതിയ കമ്മിറ്റിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. ദേശീയ സെക്രട്ടേറിയറ്റിലേക്ക് പ്രകാശ് ബാബു, P. സന്തോഷ് കുമാർ MP എന്നിവരിൽ ആരെങ്കിലും ഒരാൾ കൂടി എത്തിയേക്കും. നിലവിൽ കേരളത്തിൽ നിന്ന് ബിനോയ് വിശ്വം മാത്രമാണ് ദേശീയ സെക്രട്ടേറിയറ്റിലുള്ളത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി.